അങ്ങനെ 2-3 ദിവസമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയിലേക്ക് വരാം. എങ്ങനെയാണ് ലംബോർഗിനി കാറുകൾ ഉണ്ടായത്, ഒരു വഴക്ക് എങ്ങനെയാണ് ഒരു മികച്ച തുടക്കത്തിന് കാരണമാകുന്നത് എന്ന കഥ. അപ്പോൾ അതിന് നമ്മൾ ഇന്നലെ മുഴുവൻ ഫെറാറിയുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇനി പറയേണ്ടത് ഫെറൂഷിയോ ലംബോർഗിനി എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു വൈനൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മുന്തിരിത്തോപ്പുകളൊക്കെ ഉള്ള ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് പിറന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ ആ പരിപാടിയിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പകരം അതിൻ്റെ മെക്കാനിസം അങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു. പതുക്കെ മെഷീനറീസ് ഉണ്ടാക്കുക, ഫാമിംഗ് ലൈഫ് സ്റ്റൈലിന് ചേരുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇറ്റാലിയൻ റോയൽ എയർഫോഴ്സിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ മെക്കാനിക്കായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷെ അന്നേരം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടയ്ക്കാണല്ലോ ഭയങ്കരപ്പെട്ട എല്ലാം വാറൊക്കെ ഉണ്ടായത്. ആ വാറിൽ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ തടവുകാരനായി പിടിച്ചുകൊണ്ട് പോയി. ദാറ്റ് ഈസ് 1945. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു ഫെറാറി എന്തെല്ലാം ജീവിതം കണ്ടാണ് അവിടെ വരെ എത്തിയത്, കാർ ഉൽപ്പാദനം വരെ എന്ന്. ഒട്ടും മോശമല്ല നമ്മുടെ ലംബോർഗിനിയുടെ, പക്ഷേ കുറേ പ്രായക്കുറവാണെന്ന് മാത്രം. അദ്ദേഹം 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചതെങ്കിൽ നമ്മുടെ ലംബോർഗിനി അനുഭവിച്ചത് 2-ാം ലോകമഹായുദ്ധത്തിൻ്റെയാണ്. അപ്പോൾ 1945 1 വർഷത്തേക്ക് തടവുകാരനായി. അടുത്ത വർഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുട്ടി ഉണ്ടായ പുറകെ ഭാര്യ മരിച്ചും പോയി. അങ്ങനെ വേൾഡ് വാർ 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഒരു ജോലി വേണമല്ലോ, തുടങ്ങണമല്ലോ. നമ്മളിൽ പലരും ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ആഫ്റ്റർ കൊറോണ വാട്ട് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു ഫിയറ്റ് കാറ് വാങ്ങി. എന്നിട്ട് ഒരു സാധാരണ കാറിനെ അദ്ദേഹം ഒരു റേസ് കാറാക്കിയിട്ട് സ്വയം മാറ്റിയെടുത്തു. അങ്ങനെയൊക്കെ നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ പതുക്കെ ഓരോരോ ബിസിനസ് തുടങ്ങാൻ തുടങ്ങി. അപ്പം ട്രാക്ടേഴ്സ് ഉണ്ടാക്കലാണ് ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് വാർ ഇറ്റലിയിൽ ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അദ്ദേഹം ലംബോർഗിനി ട്രാറ്റോറി എന്ന് പറഞ്ഞിട്ട് ട്രാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ആരംഭിച്ചു. അത് അടിപൊളിയായിട്ട് അങ്ങ് വന്നു, ഗംഭീരമായിട്ട് ട്രാക്ടേഴ്സ് വരുന്നു. അങ്ങനെ അതിലങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഉള്ള ഒരു ചെറിയൊരു സൈഡ് ഇഷ്യൂ ആണ് ഈ കാറുകളെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഇടയ്ക്കത്തെ ഏറ്റവും മികച്ച കാറുകളെല്ലാം തന്നെ ഉണ്ടെന്ന്, മെർസിഡസ് ബെൻസ്, ജാഗ്വാർ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു, മസാറ്റി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഫെറാറി 250 GT എന്ന് പറഞ്ഞ കാറ് വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ കാറ് ഫെറാറി കാറ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഗുണമില്ല. അദ്ദേഹത്തന്നെ പറഞ്ഞത്, Ferrari's cars were good but not too noisy and rough to proper road cars, and he categorized them as repurposed track cars with poorly built interiors. ഫെറാറിയെ കുറിച്ചുള്ളതാണേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ ക്ലച്ചസ് ഒരു രക്ഷയില്ലെന്ന്. അങ്ങനെയൊക്കെ കൊള്ളുകയല്ലെങ്കിൽ സ്വന്തമായി കാറുണ്ടാക്കാനായിട്ടൊന്നും അന്നേരം പ്ലാനില്ല. ഫെറാറിയെ നേരിട്ട് കണ്ട്, അദ്ദേഹത്തിന് ഫെറാറി കാർ എന്നിട്ടും ഇഷ്ടമായിരുന്നു. ഫെറാറിയെ നേരിട്ട് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് അദ്ദേഹം ഫെറാറിയുടെ ആഫ്റ്റർ സെയിൽ സർവീസിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആണ് എൻസോ ഫെറാറി എന്ന് പറയുന്ന നമ്മുടെ ഈ 2 ദിവസമായിട്ട് പറഞ്ഞ കഥയിലെ നായകനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിര സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹം അതേ സ്വഭാവം വെച്ചിട്ട് പറഞ്ഞു, ഫെറാറി കാറുകൾ നന്നാക്കാൻ മാത്രം ഒന്നും താങ്കളായിട്ടില്ല, താങ്കൾ പോയിട്ട് താങ്കളുടെ ട്രാക്ടറൊക്കെ നോക്കിയാൽ മതി. മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, ദ ക്ലച്ച് ഈസ് നോട്ട് ദ പ്രോബ്ലം, ദ പ്രോബ്ലം ഈസ് ദാറ്റ് യു ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ് എ ഫെറാറി ആൻഡ് യു ബ്രേക്ക് ദ ക്ലച്ച്. അത് ഈ ട്രാക്ടറൊക്കെ ഓടിക്കുന്ന പോലെ ഓടിക്കേണ്ട സാധനമല്ല മോനെ ഫെറാറി എന്ന് പറയുന്നത്. അതിന് അറിയാമെങ്കിൽ ഓടിച്ചാൽ മതി, അല്ലാതെ വെറുതെ അതിൻ്റെ ക്ലച്ച് അടിച്ച് കളയല്ലേ എന്നാണ് ഉപദേശം കിട്ടിയത്. നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ നാണക്കേട് പറയണ്ടായിരുന്നല്ലേ, നമുക്കങ്ങ് ഫെറാറി വാങ്ങിക്കാതിരുന്നാൽ പോരെ, അല്ലേ അത് മറിച്ച് വിറ്റാൽ പോരെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നതന്നെ. നോട്ട് നമ്മുടെ ഫെറൂഷിയോ ലംബോർഗിനി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്ന് മോനെ, ഞാനിനി നിങ്ങളുടെ കാർ വാങ്ങിക്കില്ല എന്ന് തന്നെയല്ല, ഒരു മികച്ച കാർ, ഒരു പെർഫെക്റ്റ് കാർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നേരെ വന്നിട്ട് പുതിയൊരു സെഗ്മെൻറ്റ് ഓട്ടോമൊബൈൽ ലംബോർഗിനി SP എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫാക്ടറി തന്നെ ആരംഭിച്ചു. എന്നിട്ട് പതിയെ അവിടുന്ന് ഓരോന്നായിട്ട് കാറുകളുടെ ഉൽപ്പാദനത്തിലേക്ക് തുടങ്ങി. അങ്ങനെ തുടങ്ങി
അതായത് 1963 ഈ വഴക്കും ബഹളവും ഒക്കെ തുടങ്ങിയത്. അവിടുന്ന് പതുക്കെ ലംബോർഗിനി ഗ്രൂ റാപ്പിഡ്ലി ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് ഡെക്കേഡ് ബട്ട് സ്ലേസ് പ്ലങ് വേക്കപ്പ് ഓഫ് വേൾഡ് വൈഡ് ഫിനാൻഷ്യൽ ഡൗൺ ടേൺ ഉണ്ടായി 1973. പിന്നെ ഓയിൽ ക്രൈസിസ് ഉണ്ടായി. അതൊക്കെ ഉണ്ടായി പതുക്കെ ഒന്ന് ലംബോർഗിനി പുറകോട്ട് വലിയാൻ തുടങ്ങി. ഇല്ല, നമ്മുടെ ലംബോർഗിനി വിട്ടില്ല. അദ്ദേഹം പുതിയ പുതിയ അവതാരങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കുകയും അങ്ങനെ പുതിയ പുതിയ മോഡൽസ് ഉണ്ടാക്കുകയും ചെയ്ത് എങ്ങനെയാണ് മാർക്കറ്റ് പിടിച്ച് പറ്റേണ്ടത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് വോക്സ്വാഗൺ ഗ്രൂപ്പ് 1998 അത് വാങ്ങിക്കുകയും പിന്നെ പുതിയ പ്രൊഡക്റ്റായിട്ട് ലംബോർഗിനി വരികയും ഒക്കെ ചെയ്തത്. എന്തായാലും നമ്മൾ പറഞ്ഞതൊന്നും അല്ല, നമ്മൾ പറഞ്ഞത് ആ ടിറ്റ് ഫോർ ടാറ്റ് കഥയെക്കുറിച്ചാണ്. ഒരാൾ നമ്മൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യത്തിൽ അദ്ദേഹം അതിൽ ഏറ്റവും വലിയ എക്സ്പേർട്ടായിരിക്കാം, അതായത് അതിനകത്തെ കാരണവരായിരിക്കാം. പക്ഷേ നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ പുല്ലേ എന്ന മറുപടി തിരിച്ചു പറയുമ്പോൾ സാധാരണ നമ്മൾ ആരാണെങ്കിലും ഒരാർഗ്യുമെൻറ്റിനും ബഹളത്തിനും വഴക്കിനും അല്ലേ നിൽക്കുക. ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുക അത്ര എളുപ്പമായിരിക്കാം, പക്ഷെ നിസ്സാരമല്ല. ആ നിസ്സാരമല്ലാത്ത രീതിയിൽ തനിക്ക് പറ്റിയ ജാള്യതയെ, തനിക്ക് പറ്റിയ നമ്മൾ പറയുന്ന അഭിപ്രായത്തെ മാനിക്കാതെ ഇരിക്കുക എന്നതിനെ എങ്ങനെ നേരിടുന്നു എന്നും കൂടിയാണ് നമ്മുടെ ലംബോർഗിനിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ശുഭരാത്രി.